എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഞങ്ങൾ ഇന്ന് കുളിച്ചു സുന്ദരിമണികളായിട്ട് എങ്ങടാ പോണേന്ന് ആലോചിക്കണ്ടോ അല്ലെ? ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോവാണ്. ആരൊക്കെ കൂടിയിട്ടാണെന്ന് അറിയോ? ഞാൻ, ജാനക്കുട്ടി, നമശിവ്, അച്ചമ്മ, അച്ചാച്ചൻ ഒക്കെ കൂടിയിട്ട്, പ്രശാന്തേട്ടനും. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി, അമ്മയ്ക്ക് കുറച്ച് വഴിപാടുണ്ട് ഗുരുവായൂര്. അപ്പൊ അമ്മയുടെ തുലാഭാരമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്, ഗുരുവായൂർ പോവാണ്. അപ്പൊ ഇന്നത്തെ ഞാൻ വിചാരിച്ചു എല്ലാം ഷോർട്സ് എല്ലാം എടുത്തോണ്ടിരിക്കണം. അമ്മയ്ക്ക് ഗുരുവായൂര് കുറച്ച് ഇതുണ്ട്, എന്താ പറയാ, റോബിനെ സ്റ്റാൻഡ് തട്ടിടും. അമ്മയ്ക്ക് ഗുരുവായൂര് കുറച്ച് തുലാഭാരം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അമ്മ എപ്പോഴും ഇങ്ങനെ വഴിപാട് കഴിച്ച് അമ്പലം അങ്ങനെ നടക്കുന്നൊരു അമ്മയാണ്. അപ്പൊ ഭയങ്കര വിശ്വാസിയാണ്. അപ്പൊ അമ്മ കുറച്ച് വഴിപാടുണ്ട് അമ്മയ്ക്ക്, തുലാഭാരം അങ്ങനെയൊക്കെ. അപ്പൊ എള്ളുകൊണ്ട് അങ്ങനത്തെ തുലാഭാരം തോന്നുന്നുണ്ട്. അപ്പൊ അത് ചെയ്യണം. പിന്നെ കൂട്ടത്തില് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് ആയി ഇപ്പുറത്തൊക്കെ നംശു ഞാനും മാച്ചാ. അമ്മ വന്നിട്ട് കാണിച്ചു തരാട്ടാ. ഞാൻ ഇവിടെ മുടി ഒന്നും കണ്ടില്ല. അച്ഛനോട് കയറിയിരിക്കാൻ പറയും. ഞാൻ ഇവിടെ മുടി കെട്ടിട്ട് വരാം. ഇത്തിരി കെട്ടണോ, ഇത്തിരി കെട്ടണോ. അപ്പൊ തന്നെ കുളിച്ചോളൂ. അപ്പൊ നമുക്ക് പോവാം. അമ്മേനെ അച്ഛനെ കാണിച്ചു തരാം. ഞാൻ ജാനക്കുട്ടീനെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടാ. അപ്പൊ ജാനുകുട്ടിയുടെ റെഡി ആവലും എന്റെ റെഡി ആവലും ഏകദേശം കഴിഞ്ഞിട്ട് എന്റെ ഒരു ചുരിദാറാണ് കേട്ടോ, നല്ല ഓറഞ്ച് കളർ ചുരിദാർ. ഓറഞ്ചിനോട് എന്തോ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നല്ല രസമാണ് ഓറഞ്ച് കളർ ഇടുമ്പോ, എല്ലാവർക്കും ചേരണ കളറാ. അപ്പൊ അതേ ജാനുകുട്ടി അച്ഛന്റെ ഫേവറേറ്റ് ഉടുപ്പാണിത്. ഇതിന്റെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് എനിക്ക് കംഫേർട്ട് നോക്കിയിട്ട് ഈ ചുരിദാർ ഇട്ടു. അതായത് ലിനൻ കോട്ടൺ പോലത്തെ ഒരു തുണിയാണ്, സുഖമാണ്. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതാ എന്റെ വാച്ച് കെട്ടി, കമ്മല് വാച്ചൊക്കെ മാച്ചാണ്, പക്ഷെ ഓറഞ്ച് കളറല്ല. പിന്നെ ഞാൻ ദാ സ്റ്റെഡ് കുത്തിയിട്ടാ, തേർഡ് സ്റ്റെഡ് കുത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റെഡ് കുത്തിയിട്ടാ, തേർഡ് സ്റ്റെഡ് കുത്തി. കാണണ്ടോ നോക്കൂ എങ്ങനെയുണ്ട്. സെക്കൻഡ് സ്റ്റെഡ് കഴിഞ്ഞിട്ട് തേർഡ് കുത്തി. അത് ഇന്നാണ് ഞാൻ അത് മാറ്റിയിട്ട് ഗോൾഡ് ഇട്ടെ. ഇത്ര ദിവസം അവര് കുത്തിയ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ കൊള്ളാവോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തേ. പക്ഷെ എനിക്ക് ഇഷ്ടമായി. നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായി നോക്ക്. ഒരു വലിയ സ്റ്റാറിന്റെ ഇതാണ്, സ്റ്റെഡാണ് ഇട്ടാണ്. കാണുന്നുണ്ടോ എന്തോ, കാണണ്ട, കാണണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കാണണ്ടാവും. ഞാൻ 5X ഇട്ടുണ്ട്. ഇഷ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് ഇഷ്ടായിട്ടാ സത്യം പറഞ്ഞ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലുക്ക്. എൻ്റെ ഒരു ചുരിദാറാണ്, ജാനുവിന്റെ ഒരു ഉടുപ്പാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചാലേ, ഇവിടെ നിൽക്കുമ്പോ കാണാനില്ല. അതില് കർണനെ കൂട്ടിക്കാക്കിക്കോ, അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് പോകും. ഞാനും മാല ഇട്ടുള്ളല്ലോ, മാല ഇടണം. അമ്മ സാരിയുടെ തല കൂട്ടി തരാൻ പാ. ജനലൊക്കെ അടയ്ക്കോ? ഇതിപ്പോ ഇവിടെ കൊണ്ട് കറക്റ്റല്ലേ വട്ടം. അപ്പൊ അതിലും ജനലൊക്കെ അടയ്ക്കും. കൈ കഴിയണം കേട്ടോ. ഷേപ്പാക്കി തരും. ഒന്ന് സൈഡ് അടിച്ചാൽ മതി. എന്റെ കാട്ടിടാൻ നേരി ഇവിടുത്തെ ശരിയല്ലേ? ഇവിടുത്തെ നേരെ കറക്റ്റല്ലേ? പൊട്ടൊന്നും ഒട്ടിക്കാം, പൊട്ടൊട്ടില്ല. അച്ചാച്ചന്റെ തമാശ. ജാനുവിന്റെ റൂമിൽ കിടക്കണ്ടല്ലോ ഒന്ന് പാവക്കുട്ടിയെ. എന്തുട്ടേട്ടൻ കഴിക്കണേ? കണ്ട ഞങ്ങൾ റെഡിയാ. ദാസൻ എണ്ണ ഓടിക്കണേ. അപ്പൊ കലക്കുല്ലൊന്ന് ജാനുവിന്റെ ദാസനങ്ങളാ, കമ്പനിയായി ജാനുവിന്റെ. പിന്നെ ഞാൻ ഡ്രസ്സിന്റെ ഫുൾ കാണിച്ചുതരാം. ഇതാണ് എന്റെ ചുരിദാർ. എങ്ങനെയുണ്ട്? ഇത് ഷോപ്പിംഗ് അത് കാണുന്നത്. ഇവിടെ നിർത്തേന്ന് ചോദിച്ചാ കൊടകരല്ല, ചാലക്കുടി
ശ്രീലക്ഷ്മി എന്നാണ് എടുത്തേക്കുന്നത്. ശ്രീലക്ഷ്മി എന്നാണ് എടുത്തേട്ടത് ഞാൻ ചാലക്കുടി. അപ്പൊ അതേ ഫുള്ളായിട്ടുള്ള ഒരു ചുരിദാർ, നല്ല കംഫർട്ടായിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയല്. അപ്പൊ ഷോൾ എനിക്ക് ഇട്ട് ഒരു ഇതില്ല, ഷോൾ ഇടാറില്ല ഇപ്പൊ കുറെ കാലമായിട്ട്. അപ്പൊ സൈഡിൽ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. പക്ഷെ കഴുത്തിക്കോടെ ഇടുമ്പോഴേ ഭംഗി തോന്നുന്നു അല്ലെ, ഇങ്ങനെ ഇടുമ്പോഴല്ലേ ഭംഗി. അപ്പൊ ഇതാണ് എന്റെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടാ. അപ്പൊ ഗുരുവായൂർ അപ്പോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ എന്താ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഗുരുവായൂർ ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ തുലാഭാരം കാര്യങ്ങളൊന്നും ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അല്ലാതെ ഞങ്ങളുടെ എന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കാര്യമാക്കും കൂടി വേണം, വേറൊരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഇതില് കൊള്ളില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ സാൻഡിസ്കിൽ അങ്ങനെ കയറ്റി ഇടണം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ ഞങ്ങള് ഗുരുവായൂർക്ക് പോവാണ് മക്കളെ. എവിടെ പിള്ളേരെ? നംശുവിനെ ട്രൗസർ ഇടിപ്പിച്ചു. നംശു പാൻറ് ഇട്ടാ ഇനിയിപ്പൊ കയറാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ജാനു നംശു മാച്ച്. പ്രശാന്താണെന്ന് കാണിക്കട്ടെ, പ്രശാന്താണെന്ന് കാണിക്കട്ടെ. തുറക്കണ്ട. ആ ദാസനേട്ടൻ ഉണ്ട്, ദാസനേട്ടൻ. ദാസേട്ടൻ ഒരു ഹായ് പറയൂ. ലൈവ് അല്ല എഡിറ്റ് ചെയ്യും. ഹായ്. എല്ലാം കട്ടി. ഇതൊക്കെ ഇടും ഞാൻ. അച്ഛനെവിടെ? അച്ഛനെ ഒന്ന് കാണട്ടെ. പുതിയ ആൾക്കാര് എല്ലാ പ്രാവുകളും 5 വണ്ടി വന്നാ വിടണമെന്നാണ്. എത്ര വണ്ടി ഉണ്ട് നോക്ക് ബാക്കില്. ഇത്രയും വണ്ടി ഉണ്ടായാലും വേണ്ടില്ല അവര്. ഞങ്ങളുടെ മുമ്പിൽ തന്നെ 5 വണ്ടി ഉണ്ട്. ഞങ്ങളുടെ ബാക്കിൽ നോക്കി വണ്ടികൾ നോക്ക്. ഒരു ഹോൺ അടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നേരാട്ടോ. ഒരു കാര്യമില്ല. മഴ മഴ മഴ. മഴ പെയ്യുന്നു കോയ്സ്. മഴക്കാരുണ്ട്. നമ്മള് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത മഴയാണ്. മഴ പെയ്തു. മഴ ഞങ്ങള് വെച്ച കൊട എടുത്തിട്ടില്ല. കൊട എടുത്താലും അവിടെ ഉള്ളിൽ കയറ്റുമ്പോ കൈ പിടിക്കണ്ട. മഴ മഴ. മഴ 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 നടക്കുന്നുണ്ട്. മഴ മാറണില്ല. മഴ കുറയണമില്ല കൂടണമില്ല. അത് അങ്ങോട്ട് പെയ്ത് പോവാൻ പോണൂല്ല. ഓ ചെളി പിളി വെള്ളം അങ്ങോട്ട് നിന്ന്. അമ്മയച്ഛനും ബാക്കിലുണ്ട്. നമ്മളെത്തിക്കാൻ കണ്ട് ജാനുവിന്റെ സെയിം പാവുകുട്ടി. അങ്ങനെ നമ്മളെത്തി മക്കളെ, എത്തി. ഫുള്ളറിയാം.
അമ്മക്ക് ഫുള്ള് ഇവിടെ കാണാപ്പാടാന്ന് അച്ഛൻ പറയണേ. അമ്മേനെ നോക്കണ്ട, അമ്മ എല്ലാ ആഴ്ചയും വരണ്ടാന്നാ പറയണേ. അല്ല അംശു എല്ലാ ദിവസമല്ല, എല്ലാ ആഴ്ചയും. രസത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ തന്നെ രസാണ്. ബാക്കിലവര് കോൾഡ് കോഫി നമുക്ക് തിരിച്ചു വരുമ്പോ കുടിക്കാട്ടാ. ഇവിടെ നിന്ന് കുടിക്കാട്ടാ, ഇവിടുത്തെ സ്പെഷ്യലാ. ആ കോൾഡ് കോഫിയാണ്, കോൾഡ് കോഫി. സൺഡേ ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട്. സംഭാരം സംഭാരം. ജാനോന് സുഖമായി, അച്ഛൻ എടുത്തുകൊണ്ട് നടക്കാം. ഫോണൊക്കെ എടുത്ത് വെക്കാൻ പോവാട്ടെ ക്ലോക്ക് റൂമിൽ. അത് കഴിഞ്ഞിട്ട് ഇനി തൊഴുതിറങ്ങി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറയാട്ടെ. അച്ഛൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം ഫോണൊക്കെ. ഫോണും ബാഗൊക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛൻ്റെ ഉള്ളിൽ കയറുന്നില്ല. ഇത് ക്യൂവാ തോന്നുന്നുണ്ടത്, ഉള്ളിൽ കയറാനുള്ള ക്യൂവാ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ വഴിപാടുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ സംഭാരം കുടിച്ചു. സംഭാരം കോൾഡ് കോഫി കുടിക്കാനായിട്ട് ഇവിടെ ക്യൂ ആണ്. കിട്ടോ നോക്കാം. പഠിക്കണ്ട, കൈ ചേഞ്ച്. കോൾഡ് ചോക്ലേറ്റ്. ആ കുട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. നമശിവനും കിട്ടിയിരിക്കും. ചീർസ്. അവരുടെ കഴിഞ്ഞു, എന്നാലും ചീർസ്. ആൻമരിയ മേക്ക ഒരാട്ടം ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് ഞങ്ങൾ പോവാണ്. പ്രശാന്തനൊക്കെ അപ്പുറത്തൊക്കെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂട്ടാ. മീനേതാ? എനിക്ക് തോന്നണു കരിമീനാണോ? അല്ലേ, കരിമീനാണ്. പാലക്കാട് മുടി കെട്ടി വയ്ക്കണം. മീന കണ്ടു, വലിയ വലിയ മീന, വലുതാ. ജാനുവിൻ്റെ മുടി ഞാൻ കെട്ടി വെച്ചു. തിരിഞ്ഞ് എൻ്റെ ക്ലിപ്പെടുത്ത് ജാനുവിനെ കേട്ട് ഞാനും മുടി വെച്ചു. അതുപോലെ തന്നെ എന്തോരോ ആൾക്കാരവിടെ വിശ്രമിക്കണേ നോക്കൂ. അച്ഛൻ പാവന്തി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പ്രശാന്തായിട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെ ഫുഡ് അടിക്കാൻ മേലേക്ക് കയറാനുള്ള ക്യൂവാ. അത് സ്പെഷ്യൽ ദർശനത്തിനുള്ള ക്യൂ ആണ്. വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി നിർക്കാക്ക. ആമതേ അറ്റത്ത് ആമേനെ നീർക്കാക്കനെ ഇതിൻ്റെ ഉള്ളിട്ടേക്കാണോ അവര് വേർതിരിച്ച് അല്ലേ? അവിടെ മീനുണ്ട്. കേറി ഇരുന്ന് വിശ്രമിക്കാമ. മോളിക്ക് നോക്കിയിട്ട് നിൽക്കണ്ടാവില്ല. എന്തെങ്കിലും തരുന്ന വെച്ചിട്ടാണോ വായ തുറക്കണ്?
സുഖാണോ നിനക്ക്? നീർക്കാക്ക പോയാ? നീർക്കാക്കയുടെ മുങ്ങലും വരല് രസാലേ. ആമ വായ തുറന്നുണ്ടോ നേരത്തെ? വർത്താനം പറയണല്ലേ. അമ്പേ തിരിഞ്ഞു നോക്കണേ, ജാനു നോക്കണ്ടേ. അയ്യോ ജാനു നീ വിളിച്ചില്ലേ? ആമേന്ന് വിളിച്ചില്ലേ? അതെ ദൂടും അടാ വിളിച്ചപ്പോ നോക്കണോ? ആ ചിരിച്ചോണ്ടിരിക്കണ പോലെ മുഖല്ലേ. ആമ എപ്പോഴും ഹാപ്പിയാന്നുണ്ട്. മീനൊക്കെ കിട്ടുന്നുണ്ട്. ആള് സൈസ് വെച്ചിട്ടുണ്ട്. വലിയ മീനെ കിട്ടണ്ടാവില്ല, കുഞ്ഞു മീനെ കിട്ടണ്ടാവും. ആയിട്ടാണ്ടോ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നുണ്ടാവും. ഒരാളുള്ളൂ അമ്മേ, ഒരെണ്ണത്തിന് ഇട്ടുണ്ടാവുള്ളൂ. ഒരെണ്ണത്തിനിട്ടാ പെറ്റി പെരുകും. ഇവര് നമ്മുടെ ആവാസ വ്യവസ്ഥേനൊക്കെ പ്രശ്നം ഉണ്ടാക്കണ ആൾക്കാരാ. മുട്ടയിട്ട് നിറയും. ഇവിടെ കുഞ്ഞു മീനുണ്ടോ? ആരൊക്കെ ശ്വാസം വലിക്കാൻ പറ്റൊന്നുമില്ല. നീർക്കാക്ക പോയി പോരും. ശ്വാസം പിടിച്ചു നിർത്താനുള്ള ഇതുണ്ടാവും. ആമ അടച്ചിരിക്കണം. മുഖം ജാനും സൂം ചെയ്ത് കാണണമെന്ന്. വിളിച്ചേ ആമേന്ന് വിളിച്ചേ. ഇവിടെ കേക്കണില്ല. അതെ നോക്കിടി. ജാനു വിളിക്കുമ്പോ നോക്കണ്ട് കേട്ടാ. ജാനുമായിട്ട് പരിചയമുണ്ടോ നിങ്ങള്? ഫ്രണ്ട്സ് ആണോ? എടാ സൂം ചെയ്ത് നോക്കുമ്പോ ആമ ചിരിക്കണ. വിളിച്ചടി ജാനു ആമനെ. ചെവിയില്ലേ ഇവർക്ക്? ചെവി കാണാനില്ലല്ലോ. അതെ ആ നോക്കൂ. ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല. അവര് ഇവിടുത്തെ അരിയും ഇതൊക്കെ കൊടുക്കും. നീർക്കാക്ക പോയി. എവിടെ വന്ന് വരും? ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങള് വലുതായി കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ പറ്റില്ല. മുട്ട ആമേനെ വിളിച്ചോ വേണേ. ആമ കിടന്നു. ആ ഇപ്പൊ കിട്ടും. കടി കിട്ടും. നല്ല കടി. നീ നോക്കണു ജാനുവിന് നേരെ ഇങ്ങടാ. ആമലയില് സ്ലോ ഇല്ല. ഞാൻ നടക്കുക. ഞാൻ അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കിട്ടോ നോക്കിയിട്ട് വരാം. ഇവിടെ നിന്ന് ഇവര് വെറുതെ വിളിക്കല് മാത്രമേ ഉള്ളൂ. ഒന്നും തരണില്ല. ആരാ അവിടെ ഒരു ഹോയ് വിട്ടെ? അതെ വായതോ തല പോലെ അല്ലേ? ആമേന്റെ തലക്ക് വെള്ളത്തുള്ളി വീണു. പാമ്പിന്റെ തല പോലെ തോന്നുന്നു. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാ വരിക? സ്റ്റെപ്പ് എന്തിനാ? ഇവിടെ വഴിയില്ല. അവർക്ക് ഇതിലെ കിടക്കാടാ. ഇതിലെ അതിലെ നീർക്കാക്ക വൻ പണിയിലാണ്. പോവുക, കഴിക്കുക, പോരുക. ഒന്നും കിട്ടണില്ലെന്നുണ്ട്. കടിക്കണൊന്നും കാണാനില്ല അല്ലേ? അപ്പൊ ആമയോടെ പോയി. ആമ അറ്റത്തേക്ക് എത്തി. ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഒരു വഴിയായി. ഞങ്ങള് വെയിറ്റ് ചെയ്ത് കുളത്തിന്റെ പടവിൽ വരെ എത്തി. മീനും എന്നിട്ട് ആമേനെയൊക്കെ നോക്കി നിൽക്കുക. വെയ്യാണ്ടായി. നീർക്കാക്ക അതുകൊണ്ടോ? 4 എണ്ണം. സൂം ചെയ്തു. ഇനി വേണ്ട. 4 എണ്ണം. 4 നീർക്കാക്കകൾ ഓട്ട മത്സരത്തിലാണ്. അല്ല, നീന്തൽ മത്സരത്തിലാണ്. നീർക്കാക്കയ്ക്കും വെയ്യാണ്ടായി, ആമയ്ക്കും വെയ്യാണ്ടായി. അതിന്റെ കാല് കണ്ട താറാവിന്റെ പോലെ. ഇതാണ് നീർക്കാക്ക. കാല് നോക്ക്. താറാവിന്റെ കാല് പോലെയാ നീർക്കാക്ക. വെള്ളത്തിന്റെ അടുത്ത് പുറത്തൊക്കെയാണ് ആൾക്കാർ അവര് പറക്ക. പാടത്തിന്റെ പ്രദേശങ്ങളിലും കാണാം. കോട്ടയില് കുറെ കാണാറുണ്ട്.
ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞങ്ങൾ ചിറക് ഉണക്കട്ടെ. ആ പറഞ്ഞു. ആ ഇപ്പുറത്തേക്ക് കിടക്കാൻ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല ആൾക്ക്. ചിറക് ഉണക്കാൻ നിക്കും. ചിറകുണ്ടല്ലോ, ചിറക് ഉണക്കാൻ നിക്കും അവര്. ചിറക് ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു വരുമ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ ഇനി വീട്ടിൽ പോവാം. അത് പൂജാ സാധനങ്ങളാ. കുട്ടികൾക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. നോക്ക് പോയിട്ട് സർപ്രൈസ് അതിലില്ലാത്തത്. ഞാൻ പൊട്ടും ഹൈടെക്സിന്റെ പൊട്ടും കാജലൊക്കെ വാങ്ങിച്ചു. കടയുടെ പേര് പറഞ്ഞേ? ചമയം. ചമയം എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഞാൻ 3 പാക്കറ്റ് ഹൈടെക്സിന്റെ പൊട്ട്. പാക്കറ്റ് അല്ല, മറ്റേ പാക്ക് ഹൈടെക്സ്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിച്ചു പോവാണ് ഭഗവാനെ. മുത്തശ്ശനാണോ വിളിക്കണേ? അതെ. അപ്പൊ ഞങ്ങളുടെ തൊഴിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പാർക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് എത്തി. ദാസനാണും പ്രശാന്തനും വണ്ടി എടുക്കാൻ പോയേക്കാം. ഞാനും ലബൂബാണ് വാങ്ങിച്ചത്. ഞങ്ങൾ വീട്ടിക്ക് പോവാം ഭക്ഷണം കഴിച്ചിട്ട്. ഇതിലേതാ നിനക്ക് ഇഷ്ടമായ? അതിലാ കളറില്ല. അപ്പൊ നിനക്ക് ഏതാന്ന് നോക്കാലോ. എനിക്ക് ബ്ലൂ ഇഷ്ടായി. ആ അല്ലല്ലേ. പിന്നെ സർപ്രൈസ് ഉണ്ടാവും. സർപ്രൈസ് വേറെ ഉണ്ടാവും അല്ലേ? സർപ്രൈസിന്റെ കൂടെ വേറെ ഐറ്റംസ് ഉണ്ടാവും. ഓക്കെ. ഈ എല്ലാത്തിന്റെ കൂടെ വേറെ ഐറ്റംസ് ഉണ്ടാവും. ചെലപ്പോ എന്തിട്ടൊക്കെ കണ്ടെന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോ അച്ഛമ്മോട് പറഞ്ഞാ നീർക്കാക്ക കുളത്തില് ജാനുവിന്റെ പൊട്ടിക്കാൻ പോവാണ്. ജാനു പറയണ കളറാണോ നോക്കാം. കളർ ഏതാ നീ ഉദ്ദേശിക്കണ കളർ എന്ന് പറഞ്ഞേ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ഫേവറേറ്റ് കളറാ വന്നേക്കണേ. ഫേവറേറ്റ് കളറാ നിന്റെ വന്നേക്കണേ. അതെങ്ങനെ അവരറിഞ്ഞു? കറക്റ്റ് ജാനുവിന്റെ ഫേവറേറ്റ് പിങ്ക്. എന്റെ ഉള്ളി വെച്ചോ. ചേട്ടനെ കാണിച്ചു കൊടുക്കണം കേട്ടാ. അങ്ങനെ ഞങ്ങള് പോവാണ്. കണ്ട ഗരുഡൻ. കിട്ടിയോ പുതിയത്? ഞാൻ ഈ പടല്ലേ മറ്റേ പടത്തിന്റെ പേര് ഏതാ? പൂജകളുടെ സർവമായ. ഞാൻ വിചാരിച്ചു ഇതിലൊക്കെ ശരിക്കും എനിക്കൊരു റോളുള്ള ശരിയല്ലേ? അത് ശരിയാ. ഇല്ലേ ജാനോ? ഇല്ല. ഷാരഡൈസില് സദ്യ കഴിക്കാൻ കയറിയിരിക്കാം. 7 പേര്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കൊക്കെ ഉള്ളു. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.